സുന്ദര, എല്ലാവരും ഫോൺ ഓഫ് ചെയ്ത് വെക്ക്. ആരും നമ്മളെ ട്രാക്ക് ചെയ്യാൻ പാടില്ല. ഇതിനു മുമ്പേ അടി കൂടിയിട്ടില്ല, ആദ്യമായിട്ടാ. കൂടെ നിന്നാ മതി, ഞാൻ നോക്കിക്കോളാം. നീ ആ ലൈറ്റർ തന്നെ. ജോമോനെ, അവൻ വന്നു കഴിഞ്ഞാൽ ഒന്നും സമയം കാണത്തില്ല. സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കണം. ഒരുത്തരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തല്ലിക്കോളാം. തല്ലിയാ മതി. ആ തല്ലും. ജോമോനെ, അവൻ വന്നടാ. ചെന്ന് ചോദിക്കടാ. ചെല്ലടാ. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യത്തെ 3 ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങൾ, തിങ്കളാഴ്ച ആദ്യത്തെ പ്രവൃത്തി ദിവസമായിട്ട് പോലും ജനങ്ങൾ പൂർണ്ണമായി സഹകരിച്ചിരുന്നു. ലോക്ക്ഡൌണിന് അതേ സമാനമായ നിയന്ത്രണം ഇന്നും കുറവ് വരാത്ത സാഹചര്യം. ആ പെണ്ണ് ഇതുവരെ എടുത്തു തന്നില്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. നമ്മൾ ആദ്യം അഭിലാഷിനെ ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഒരു പണി ചെയ്താൽ മുഴുമിപ്പിക്കത്തില്ല. ഇതൊക്കെ ഒന്ന് താഴെ കൊണ്ടുവച്ച അവക്ക് എന്താ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇപ്പൊ സ്റ്റെപ്പ് കയറി മടുത്തു. എടാ വച്ചേ, എഴുന്നേറ്റ് പാടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് എന്നാ നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? ചാച്ചന്റെ ബോധം പോകാഞ്ഞത് തന്നെ ഭാഗ്യം. ഓണാക്കിയ കൈവിട്ടെ ഞാൻ. പകുതിയോളം ആളുകൾ രോഗികളാണെന്ന് എനിക്ക് നൊന്ത് കേട്ടോ. കടിച്ചടിച്ച് സൈഡ് മൊത്തം പോയി. ഇപ്പൊ ചുട്ടു തരാം. കൈയുടെ ഒരു ഏക്കർ അങ്ങ് പോയി. ഇന്നും ഉള്ളിക്കറിയാണോ? ചിക്കൻ കറി ഒന്നുമില്ലേ? പിന്നെ ചിക്കൻ പോയി ചാച്ചനോട് ചോദിക്കും. വേണ്ട, എനക്കറി. അമ്മേ, ദോശ മരിഞ്ഞില്ല, അടുത്തത് കുറച്ചുകൂടി മരിക്കണേ. ഇപ്പൊ തരാടാ. അതെ, കൊച്ചിന് ഫീസ് അടയ്ക്കാൻ സമയമായി. ഫീസോ? അഡ്മിഷൻ ഒന്ന് കോളേജിൽ പോയതാ, പിന്നെ ആ പരിസരത്തേക്ക് പോയിട്ടില്ല. എന്നാ പിന്നെ ഫീസിന് വല്ല കുറവുണ്ടോ? അതുമില്ല. ഫീസ് അടച്ചില്ലെങ്കിൽ ക്ലാസ് കയറ്റില്ലെന്നാ പറഞ്ഞു. ഹലോ, ആ ബേബിയാ. ആ, ദേഹം തടിച്ച് പൊങ്ങുന്നുണ്ടോ? ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അങ്ങോട്ട് കൊണ്ടുപോരെ. പിന്നെ അയാൾക്ക് വെള്ളമൊന്നും കൊടുക്കണ്ട. ആ ആ കടിച്ചത് പാമ്പാണ് പെഴുതാനാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എത്തുക, ഞാൻ ഇറങ്ങി. അമ്മച്ചേ, ഞാൻ ഇറങ്ങാണേ. അയ്യോ, ചാച്ചൻ പോയോ? എടാ, മുളക് മേടിക്കുന്ന കാര്യം ഓർത്തിരുന്നതാ, പറയാൻ മറന്നു. ഒന്ന് പറഞ്ഞേക്കാവോ? ഒന്ന് വാട്സപ്പ് ചെയ്തേക്കണേ. ഇനി ഇതും പറഞ്ഞ് പുറകെ എന്നാ വായിരിക്കുന്ന മൊത്തവും കേൾക്കും. കൊച്ചിന് ദോശ വേണോ? എന്നാ ചായ എടുക്കട്ടെ. ഞാൻ എടുത്തോ മൈ ഡിയർ ചേട്ടാ, നീ മനസ്സ് വെച്ച നമുക്കൊരു സിടാലോ നെഞ്ചിൽ ജിഗുജാവോ. നിന്റെയൊക്കെ ടൈം അളിയാ. തിന്നാ തൂറുക തിന്നാ. ഓമനവാവേ എഞ്ചീരകസോടെ. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് കക്കൂസി പോയി മുള്ളെന്ന്. എന്തൊരു നാറ്റാടാ. ആ പാവം പിടിച്ച വീരപുരോളോടാ എന്റെ പിള്ളേരുടെ മുമ്പിൽ പിടിച്ചേക്കുന്നത്. ഇത്തവണ എന്റെ ഉന്നം തെറ്റിട്ട് അടുത്ത തവണ കറക്റ്റ് ഓളും എന്നിട്ട് പൊട്ടിച്ചോളെ ഞാൻ. പോലീസുകാരുടെ അടുത്ത് പറഞ്ഞ് തീരാന്നുള്ളത് നിന്റെ പിള്ളേരുടെ ഇടപാടും. ലോക്ക്ഡൌൺ സമയത്ത് ട്യൂഷൻ പറ്റില്ലെന്ന് അറിയില്ലേടി? പോലീസ് പോയി പറഞ്ഞു കൊടുക്കാം.
നിൽക്കൂല കുളിക്കൂല വീടിലോട്ട് മൂത്രം ഒഴിച്ചു നമ്മുടെ പൊന്നാര കൊച്ചു കൊണ്ടൊന്നും പറ്റൂല. ഡേ ഈ പയറൊന്ന് എറിഞ്ഞു വെച്ചിട്ട് പോടി. മൊരിഞ്ഞ ദോശ ചൂടുപോയ തിന്നാത്ത നിങ്ങളുടെ മോൻ അപ്പുറത്തോട് നടപ്പില്ലേ? അവനോട് പോയി പറ. അവന് ക്ലാസ് ഉള്ളതല്ലേ? ആ അമ്മ ഈ പറഞ്ഞത് ഭയങ്കര പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ്. എന്തോന്നാ? അതായത് അവനെ പോലെ എനിക്കും ഉണ്ട് ക്ലാസ്. എഞ്ചിനീയറിംഗ് അല്ലാന്നല്ലേ ഉള്ളൂ. വീട്ടിലൊരുമാതിരി ലിംഗ വ്യത്യാസം കാണിക്കരുതില്ലേ? പൊടി. പിന്നെ അമ്മയുടെ ജോലി എളുപ്പാക്കാൻ അപ്പുറത്തൊരാളിരുന്ന് TV ആണെന്നുണ്ടല്ലോ. അന്നാമ്മയ്ക്ക് കൊടുക്കും ഒരു പണി. ഫസ്റ്റ് 70 കഴിഞ്ഞ് തള്ളയും കൊണ്ട് പണിയെടുപ്പിക്കുന്നതായിരിക്കും നിനക്ക് പൊളിറ്റിക്കലി കറക്റ്റ്. ആയിക്കോട്ടെ എന്റെ പൊന്നുമോളെ ചെല്ലേ. അതിപ്പോ പ്രായമായവര് എന്തെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടാവുന്നതാണ് സയൻസ് പറഞ്ഞിരിക്കുന്നത്. ഈ വോളിബോളും കളിച്ചേർന്ന് പ്രീ ഡിഗ്രി തോറ്റ അമ്മയോട് ഇത് വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സയൻസാ സയൻസ്. ഓ രാവിലെ എഴുന്നേറ്റ് മുടിയും കെട്ടാതെ പിശാചിനെ കൊള്ളാണ്. കണ്ട സിനിമയെല്ലാം കണ്ടിട്ട് ഓരോ ഡയലോഗും പറഞ്ഞുകൊണ്ട് വരും. ഓടി വാടാ മോനെ വാ. എന്ത് ഫൈറ്റാലേ? ആ പിന്നല്ലാതെ ജയം കഴിഞ്ഞാ മൂപ്പര. എടേ നീ കെട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ നട്ടലുള്ള മരം കെട്ടണം. അല്ലാതെ നിന്റെ അപ്പനെ പോലെ കണ്ട മണകുണഞ്ഞമാരുടെ പുറകെ ഒന്നും നീ പോകരുത്. ആന്താംച്ചി ചാച്ച സൂപ്പർ അല്ലേ? അത് നിന്റെ അമ്മയ്ക്ക്. അയ്യോ 9 ക്ലാസ്സിൽ പോണം. ഇതൊന്ന് സ്വന്തം മരുമോ കണ്ടുകൊടുത്തേക്കണേ. ഓ മരുമോള്. എടാ മതിയടാ ഇറങ്ങി, എനിക്ക് ക്ലാസ് ഉണ്ട്. എടാ മതിയടാ ഒന്ന് ഇറങ്ങോ. തുറക്കടാ മതി. നീ തുറക്കുന്നുണ്ടോ ഞാൻ ചവിട്ടി പൊളിക്കണോ? വിശ്വാസം പോറാനും സമ്മതിക്കില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്റെ ഫേസ് ക്രീം എടുത്ത തേക്കല്ലെന്ന്. മാറാ മാറാ പൊടി. Today, we are going through an important topic in physics, that is, quantum mechanics. It's a fundamental theory in physics that provides a description of the physical properties of nature and the scale of atoms. വല്ലപ്പോഴും ഒരു ബസ് സ്റ്റോപ്പിലോ കോളേജിലൊക്കെ വെച്ച് മാത്രം കണ്ണും നോക്കിയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിരുന്ന ആ ഒരു കാലമില്ലേ? അഥവാ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ കത്തെഴുതുന്ന രീതി. പറയുമ്പോൾ ലവ് ലെറ്റർ പൈങ്കളിയാണെങ്കിലും നമ്മുടെ മനസ്സ് തുറന്ന് എഴുതുന്നത് ഒരു രസമല്ലേ? എന്നിട്ട് ആരും കാണാതെ ഈ കത്ത് ഒളിപ്പിച്ചു വെക്കാന്നുള്ളതൊക്കെ ഒരു ത്രില്ലല്ലേ? രവീഷ് പറഞ്ഞത് ശരിയാ. ഒരു മൂടില്ല മോനെ ജോർജ്. ഇതിനും വലിയ പെരുന്നാള് വന്നിട്ട് പാപ്പ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എനിക്ക് അയാളെ പേടിയൊന്നുമില്ല. Ohm's law states that the current through a conductor between 2 points is directly proportional to the voltage across the 2 points. Introducing the constant of proportionality, the resistance, one arrives at the usual mathematical equation that describes the relationship, where I is the current through the conductor in units of amperes, V is the voltage measured across the conductor in സുന്ദര സാറിന് ക്ലാസ് ഉണ്ട്. കൊറോണ കഴിയുമ്പോഴത്തേക്കിനും ജീവനോടെ ബാക്കിയുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. എന്തിനോ വേണ്ടി ക്ലാസ്സിൽ കയറുന്ന കുറേ എണ്ണങ്ങൾ. സിസ്റ്റം ശരിയല്ല. അല്ല നിനക്ക് ക്ലാസ് ഇല്ലേ? രാജരാജേശ്വരിക്ക് ഇന്ന് ജയന്തി, അതുകൊണ്ട് കർണാടക ഫുൾ അവധിയാ.
ബ്രേക്കിംഗ് ബാഡ് ലൈറ്റ് വാറ്റാണല്ലേ? ഓ, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ വൈ, ഞങ്ങൾ ഹിന്ദുക്കൾ ഉണ്ടാക്കിയ വാറ്റ്. എക്സൈസ് പിടിച്ച ജാതി മതമൊന്നും ഇല്ലട്ടാ. സ്വന്തം ആവശ്യത്തിനുണ്ടാക്കിയ ആരും പിടിക്കത്തില്ല. നീ ഇത് ചൂണ്ടി വെക്കാതിരുന്നേച്ചാ മതി. അതൊക്കെ വിട്. നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഷുഗർ കുറവുണ്ടോ? ആ ഉണ്ടടാ, എന്നും മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ കുറെ മരുന്ന് സ്റ്റോക്ക് കാണുമല്ലേ? ആ, ഒരു 10-35 ദിവസത്തിനുള്ളത് കാണും. എന്നാടാ? അല്ലടാ, എൻ്റെ ഒരു റിലേറ്റീവിന്റെ ഷുഗറിന്റെ മരുന്ന് തീർന്നു പോയടാ. അതിനെന്നാ, നമുക്ക് സെറ്റ് ചെയ്യാലോ. താങ്ക്സ്. ഒരു ഹെൽപ്പ് കൂടെ വേണം. എന്താ? സത്യവാങ്മൂലം. പ്രിയപ്പെട്ട സാറിന്. അങ്ങനൊന്നും അല്ലടാ, വെറുതെ അല്ല നിന്നെ കയറ്റി അടിച്ചിറക്കിയത്. എന്നാ നീ എഴുതു. എടാ ഞാൻ CBSE അല്ലടാ. ആ, അപ്പൊ മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. ഞാൻ എഴുതിക്കോളാം. ബഹുമാനപ്പെട്ട സാറിന് എബി മറ്റത്തിൽ കാക്കൂ എന്ന ഞാൻ മാത്രമല്ല നീയും. ഞാൻ എന്നാത്തിനാ? ഞാനൊന്നുമില്ല, പോടാ. എൻ്റെ മീശയില്ലാത്ത ചേട്ടാ പ്ലീസ് വരണം. സോഷ്യൽ സർവീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, പോകേണ്ട സ്ഥലം പറ. അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷൻ സംവെയർ ഇൻ തരിയോട്. ഓ, അപ്പൊ പ്രമേഹമല്ല, പ്രേമാണ്. ആളെ വടിയാക്കാൻ എനിക്ക് പോയടാ. നീ ഇങ്ങനെ ചാടല്ല സുന്ദര. ലോക്ക്ഡൗൺ വന്ന പിന്നെ ഞാൻ എൻ്റെ ഭാഗം കണ്ടിട്ട് പോലുമില്ല. എൻ്റെ കൈയും കാലും തരിക്കുവോ? അയ്യേ, അതിനല്ല, പ്രണയിക്കുന്നവന്റെ വേദന പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ആ വേദനയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഷുഗറിന്റെ ഗുളിക മാത്രം പോരാ, വേറെ? ജോമോനെയും കൂടി വിളിച്ചാലോ? വേണ്ട. അതെന്താ? 3 പേര് പോയി കഴിഞ്ഞാൽ തേഞ്ഞു പോരും. ആണോ? അത് പിടി. എടാ ഈ ബോക്സ് എന്തിനാണ്? വീട്ടിൽ കയറുമ്പോ ആരെങ്കിലും കണ്ട കൊറിയറാന്ന് പറയാലോ. ഓ, സുന്ദരം ബ്രില്യൻസ്. എടാ, കൊറേ അയലിൽ കിടന്ന് കറങ്ങുന്നു. എത്താറായോ? ഇപ്പൊ എത്തും. ഇതാണോ? ആ, ഇവിടെ. ഇത് തന്നെയാണോ? ആടാ, ആ കാണുന്ന വീട്. ജോമോനെ കൂടി വിളിക്കായിരുന്നു. എന്നിട്ട് വേണോ അവന് വേണ്ടി കക്കൂസ് അന്വേഷിച്ച് നടക്കാൻ? ടെൻഷൻ വന്ന ആകെ പ്രശ്നമല്ലേ അവന്. അതും ശരിയാ. ഹലോ നിമിവാവേ, ഐ ആം കമ്മിങ്. ഓക്കെ. ഓ, ഞാനിവിടെ ഇറങ്ങി നിൽക്കണമായിരിക്കും അല്ലേ? എങ്ങനെ മനസ്സിലായി? അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കീഴ്വഴക്കം. പോട്ടെ. പിന്നെ അവിടെ പോയി അളിച്ച് വാരില്ല എൻ്റെ പൊന്നേബി. ദൈവമേ, എല്ലാം നടക്കണേ. വേണ്ട, അവിടെ തന്നെ നിന്നാ മതി. ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു. മാസ്ക് ഇട്. ഡെൽറ്റ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. നീ ആ കൈ കാണിച്ചേ. അതും വന്നു. ആ, ഞാൻ മറ്റേ കൈ. ആരാ അത്? സാർ, പാഴ്സൽ കൊറിയർ. അതിന് ഇവിടുന്ന് ആരും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. സാർ, ഒരു നിമ്മി മാത്യൂസ്. ആ, അത് മോളാ. ഇങ്ങ് തന്നേരെ. അല്ല സാർ, OTP വരണ്ട്. OTP. ആ, മോളെ നിമ്മി. എന്താ പപ്പാ? പോയി മാസ്ക് ഇട്ടോണ്ട് പാടി. കൊറോണ മൂത്ത് നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു. അല്ലെങ്കിൽ വേണ്ട, നീയേ ആ OPT ഇങ്ങ് പറഞ്ഞു തന്നാ മതി. അല്ലെങ്കിൽ വേണ്ട സാർ, ഞാൻ സെറ്റ് ആയിക്കോളാം. താങ്ക് യു ഫോർ യുവർ സർവീസ്. പോട്ടെ. ആയിക്കോട്ടെ. തന്തയുള്ള കാര്യം പിശാചി പറഞ്ഞില്ല, വെറുതെ രാവിലെ കുളിച്ചു. മിസ്റ്റർ ആൻഡ് മിസ്സസ് സാരിവാൽ ആൻഡ് ഓൾ അതർ ഗപ്പീസ്, നമുക്ക് കുറേ മുട്ടയിട്ട് 1000 കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണ്ടേ? ഓക്കെ. മനുഷ്യൻ പേടിച്ചു പോയി. ചേട്ടാ, 6 ഗോൾഡ് 3 സെന്റർ ഫ്രഷ്. സമാധാനമായിട്ടൊരു പുകയെടുക്കണമെങ്കിൽ 3 കിലോമീറ്റർ നടക്കണം.
പുകമണത്തിന് ഗമ്മ് പുലര നേരത്ത് കഥ കനങ്ങുമ്പോ പകച്ചു നിക്കണം അമ്മ് പൊടി വലിച്ചൊന്ന് തുമ്മ് വിടി കൊടുക്കാണ് മുങ്ങ് പഠിക്കമേലിരു നിരവ് മൊത്തം നിഭവിച്ച് കളിച്ച് കമ്മ് പരുവം തെറ്റണ കൂട്ടാണേ പന്നിമല തണ തീട്ടാണേ കൂട്ടാതെ കൂസാകും നാട് അടയിരിക്കണ കാറ്റാണേ അന്തിമയങ്ങുമ്പോ ചാറ്റാണേ അപ്പനിറങ്ങുമ്പോ കൂട്ടാതെ ഷട്ടപ്പട്ട സട്ട കുട്ടഞ്ഞാട്ടാനേ